പ്രകൃതി അതിന്റെ വശ്യസൗന്ദര്യം മുഴുവൻ ചാലിച്ചെഴുതിയ കാനനപാതയാണ് നാടുകാണി ചുരം. മഞ്ഞും കുളിരും പച്ചപ്പും ഒത്തുചേരുന്ന ഈ മലയോര മേഖല യാത്രക്കാരുടെ മനം കുളിർപ്പിക്കുന്ന ഒരു സ്വർഗമാണ്. എന്നാൽ ഈ സ്വർഗഭൂമിയെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ VM സാദിഖ് അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ നടത്തിയ പോരാട്ടം ചരിത്രമാണ്. സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അഗാധമായ കൊക്കകളിലും കൊടും വളവുകളിലും ഇറങ്ങി അവർ നീക്കം ചെയ്തത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു. പ്രകൃതിയോടുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉദാഹരണമായിരുന്നു ആ ശുചീകരണ യജ്ഞം. എന്നാൽ ഇതിനിടയിലെ ഏറ്റവും ദുഃഖകരമായ വസ്തുത മറ്റൊന്നാണ്. VM സാദിഖ് അലിയും സംഘവും അത്രയും കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ചുരം വെടിപ്പാക്കി മാറ്റിയതിന്റെ പിറ്റേ ദിവസം തന്നെ ആ വൃത്തിക്ക് മുകളിലേക്ക് വീണ്ടും മാലിന്യങ്ങൾ വന്നു വീണിരിക്കുന്നു. ഒരു നാടിന്റെ നന്മയ്ക്കായി മനുഷ്യർ നടത്തിയ കഠിനാധ്വാനത്തിനുമേൽ ചിലർ നടത്തിയ ഈ നികൃഷ്ടമായ പ്രവൃത്തി മനുഷ്യന്റെ വികൃതമായ മുഖമാണ് തുറന്നുകാട്ടുന്നത്. നമ്മുടെ വൈരുദ്ധ്യങ്ങൾ എത്ര ഭീകരമാണ്! നാം വസിക്കുന്ന വീട്, തലചായ്ക്കുന്ന കട്ടിൽ, അണിയുന്ന വസ്ത്രം, ഭക്ഷിക്കുന്ന ആഹാരം, സഞ്ചരിക്കുന്ന വാഹനം ഇവയെല്ലാം അതീവ വൃത്തിയോടെ ഇരിക്കണമെന്ന് നമുക്ക് നിർബന്ധമാണ്. സ്വന്തം വീടിന്റെ ഉമ്മറത്ത് ഒരു പുൽപ്പടർപ്പോ പൊടിയോ കണ്ടാൽ അസ്വസ്ഥരാകുന്ന നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചമാകുന്ന വലിയ വീടിന്റെ സൗന്ദര്യത്തിന്മേൽ മാലിന്യം തള്ളുന്നത്. സ്വന്തം സുഖസൗകര്യങ്ങളിൽ അഭിരമിക്കുകയും അഹങ്കാരത്തോടെ പൊതുവിടങ്ങളെ കുപ്പത്തൊട്ടിയായി കാണുകയും ചെയ്യുന്ന ഈ മനോഭാവം സാംസ്കാരികമായ അധപ്പതനത്തിന്റെ അടയാളമാണ്. അത്രയും വൃത്തിയോടെയും അഭിമാനത്തോടെയുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? യാത്രക്കാർ വിസ്മരിക്കരുത്, ഈ വനാന്തരങ്ങൾ വന്യജീവികളുടെ സാമ്രാജ്യമാണ്. നമ്മൾ അതിഥികൾ മാത്രമായ ഈ മണ്ണിൽ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വലിച്ചെറിയുന്നത് അവരോടുള്ള കൊടും ക്രൂരതയാണ്. കുപ്പിച്ചില്ലുകൾ തറച്ച് മാരകമായി മുറിവേൽക്കുന്ന മാനിന്റെയും പ്ലാസ്റ്റിക് കഴിച്ച് ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങളുടെയും ശാപം നമ്മെ വേട്ടയാടും. പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നു എന്ന് പരാതിപ്പെടാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? ഇതൊരു മുന്നറിയിപ്പാണ്. VM സാദിഖ് അലിയെയും കൂട്ടരെയും പോലുള്ളവർ വിയർപ്പൊഴുക്കുന്നത് വീണ്ടും മാലിന്യങ്ങൾ തള്ളാനുള്ള സൗകര്യത്തിനല്ല, മറിച്ച് വരും തലമുറയ്ക്ക് ജീവിക്കാൻ ഈ ഭൂമിയെ ബാക്കി വയ്ക്കാനാണ്. പ്രകൃതി ഒരുക്കുന്ന ഈ സൗന്ദര്യത്തെ സ്വന്തം വീടിനോളം കരുതലോടെയും വൃത്തിയോടെയും കാണാൻ നമുക്ക് സാധിക്കണം. ഈ വികൃത സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നാളെ നാം ശ്വസിക്കുന്ന വായുവിൽ പോലും മാലിന്യത്തിന്റെ ഗന്ധമുണ്ടാകുമെന്ന തിരിച്ചറിവ് ഓരോ യാത്രക്കാരനും ഉണ്ടാകട്ടെ.